ഇപ്പം നമ്മളെ കൊരട്ടി മുത്തി പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. സെന്റ് മേരീസ് പള്ളി. വിജയകുമാർ, ഈ പള്ളി കുറച്ച് കൂടുതൽ വിവരങ്ങൾ വിജയകുമാറിന് അറിയാൻ തോന്നുന്നു അല്ലേ? ഇത് സെന്റ് മേരീസ് ഫറോന പള്ളിയാണ് കൊരട്ടിയിലേത്. കൊരട്ടി മുത്തി എന്ന വിശ്വാസികളൊക്കെ വളരെ വിശ്വാസത്തോടെ വിളിക്കുന്ന കൊരട്ടി പള്ളിയാണ്. അപ്പം അവിടെ ധാരാളം വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലഹരി വിരുദ്ധ സന്ദേശം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയതാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. വിജയകുമാർ നമ്മൾ തുറന്ന വാഹനത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഒരുപാട് പ്രവർത്തകർ നമ്മളെ ഇത്. ഫാദറെ നമസ്കാരം. ഈ പള്ളിയിലേക്ക് വരാൻ പറ്റി വളരെ സ്വന്തം. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ ഫാദറെ. ഫാദറിന്റെ മുഴുവൻ പേരെങ്ങനെയാ? എന്റെ പേര് ഫാദർ ജോൺസൺ. വലിയ ശക്തിയുള്ള പള്ളിയായിട്ടാണല്ലോ ഇത് വിശ്വാസികൾ പറയുന്നത്. ഞാനിങ്ങനെ മാതാവിനാണ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ അത് തിരിച്ച് നന്നായി. എന്റെ പേരൊക്കെടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ അതായത് കൊരട്ടി എന്ന് വരുമ്പോൾ പല ആൾക്കാരും ഈ പള്ളിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ മാതാവിനെ കുറിച്ചും മാതാവിന്റെ ശക്തിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രവിതാലക്ഷ്മി, ഇത് എസ് വിജയകുമാർ. അപ്പൊ ഫാദറെ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞ്. പള്ളിയെ സംബന്ധിച്ച് കൊരട്ടിമുത്തയുടെ പ്രത്യേകമായ സാന്നിധ്യം വളരെയധികം അനുഭവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യര് ഈ കേരളക്കരയിൽ ലോകമെമ്പാടും നിന്നും വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹവും മാധ്യസ്ഥവും തേടി പോകുന്ന ഒരുപിടി പേര് വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വർഷങ്ങൾക്ക് മുൻപ് പൂവങ്കുലയുമായിട്ട് പള്ളിയിലേക്ക് വന്ന ഹൈന്ദവനായ ഒരു സഹോദരന്റെ ആ പൂവങ്കുലയിൽ നിന്ന് കായ പറിച്ചെടുത്ത മറ്റൊരു വ്യക്തി ജന്മി അതിൽ നിന്ന് കഴിച്ച കായ കൊണ്ട് അദ്ദേഹത്തിന് വയറുവേദന വരികയും മാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് സ്വർണ്ണക്കൊല ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തി അദ്ദേഹം അന്നു മുതൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് പിന്നീട് വരുന്ന വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെങ്കിലും അന്നു മുതൽ ഇന്ന് വരെ ഈ ദേവാലയത്തിലേക്ക് എവിടെ നിന്നാണ് എന്നറിയില്ല അത്രമാത്രം ആളുകൾ വന്ന് മാധ്യസ്ഥം തേടി പോകുന്ന ഒരു ദേവാലയം. ഏത് സമയത്തൊക്കെയാ ഫാദർ കൂടുതൽ ആൾക്കാർ വരിക? സമയങ്ങളില്ല. തിരുനാള് ഒക്ടോബർ മാസത്തിലാണെങ്കിലും എല്ലാ സമയത്തും ഇവിടെ ഇങ്ങനെ ഇന്ന സമയമെന്നില്ല. എല്ലാ സമയത്തും എല്ലായിടത്തു നിന്നും ആളുകൾ എത്തുന്നു. ക്രൈസ്തവരെന്നുള്ള വ്യത്യാസം അക്രൈസ്തവരെന്നുള്ള എല്ലാവരുടെയും സങ്കേതമാണ്. അപ്പൊ താങ്ക് യു ഫാദർ. ഞാൻ ഈ വിശ്വാസിയോടൊക്കെ ഒന്ന് ചോദിച്ചല്ലോ ഫാദർ. ഈ പള്ളിയുടെ കുറച്ച് മുന്നിലൊക്കെ നമുക്ക് പോകാൻ പറ്റൂലല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങളെല്ലാവരും വരിക അല്ലെ? പ്രവിത വരിക. ചേച്ചിയുണ്ട്. ചേച്ചി പേര് സ്റ്റെല്ല വറീസ്. ചേച്ചി ആണ്. അപ്പൊ കൗൺസിലർ ഒന്ന് പറഞ്ഞേ, നമ്മുടെ ഈ പ്രോപ്പഗൻഡയെ കുറിച്ച് അറിഞ്ഞോ? നമ്മളെ എന്തിനാ ഇറങ്ങിയിരിക്കുന്നത് അറിഞ്ഞോ? അറിയണത് ഒന്നും കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ കൂടി ഉണ്ടാവും. അതായത് നമ്മുടെ നാട്ടിൽ രാസലഹരിയുടെ വ്യാപനം ചെറിയ കുട്ടികളെ പോലും പിടിപിടിക്കുക. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഒരാളെങ്കിലും ഉണ്ട്. നമ്മൾ റെക്കോർഡ് ഇട്ടിരിക്കുക. അപ്പൊ നമുക്കിനി ഇത് വെച്ച് നടത്താൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു അന്തിമ യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കാനും നമ്മുടെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കാനും വേണ്ടി യാത്രയാണ് നമ്മുടെ ഈ പള്ളിയിൽ ഇപ്പൊ എത്തിയിരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം ആവശ്യം കോടതിയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ കോടതിയിൽ നിന്നാണ് ഇതിന്റെ ശിക്ഷാ നടപടികൾ കൊടുക്കുമ്പോഴത്തേക്കും നിയമങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് സ്ത്രീ പുരുഷൻ കുട്ടികൾ തമ്മിൽ എവിടെ ഏത് പൊതു സ്ഥലത്ത് വെച്ചും എന്ത് ആശ്ലേഷൻ നടത്തിയാലും അത് ഓക്കെ അടിച്ചത് എവിടുന്നാ? ലഹരിക്കെതിരെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിന് ലൈസൻസ് കിട്ടി പോണം. ഇത് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. കാരണം അവരെവിടെ പോയി ശിക്ഷാ നടപടികൾ. മറ്റേത് ഞങ്ങൾ കാരണന്മാര് എവിടെ ചെന്നാലും ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുമായിരുന്നു, ഓടുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് തൊടാനോ ചോദിക്കാനോ മിണ്ടാനോ പറ്റില്ല. കാരണം ഇവിടെ ലഹരി അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണോ? ഉണ്ട്. അതല്ല ഞങ്ങൾക്ക് ലഹരി ചെയ്താല് പിറ്റേ ദിവസം തന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ട് അവരെ പുറത്തിറക്കും. ഒരു ചെറിയ ശിക്ഷ പോലും കൊടുക്കണില്ല. അതാണ് അവര് പറയുന്നത്. അവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ല. കാരണം ഇത്തിരി ഉണ്ടെങ്കിലും കുറച്ചുണ്ടെങ്കിലും അവർക്ക് കയ്യിൽ കുറച്ചുള്ളൂന്ന്, കൂടുതലില്ലാന്ന്. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് റിലീസ് കിട്ടി അവര് പോരും. രാഷ്ട്രീയക്കാർ ഇടപെടുന്നു. എന്റെ പാർട്ടി എന്നല്ലേ, നമുക്ക് മൊത്തം പാർട്ടി. ഈ ലഹരിക്കെതിരായിട്ട് ഇങ്ങനെ കോൺഗ്രസ് ആണ്. ലഹരിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് വളരെയധികം സന്തോഷം. ഈ ലഹരിയുടെ കാര്യം തുടച്ചു മാറ്റി ലഹരി ഞങ്ങൾ കൂടെ ഉണ്ട്. ഇസ്രായേൽ യുദ്ധത്തിന് ഡെയ്സി സാറിനോട് വാർത്തയിലുണ്ടായിരുന്നു. ലഹരി നിർത്തലാക്കണം എത്രയും പെട്ടെന്ന്. അതെ, ലഹരി കുട്ടികളുടെ ലഹരി ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. മദ്യം കുറിച്ച് കുടുംബം തകർന്ന് സമാധാനം കൂടെ ഉണ്ട്. 24ന്റെ കൂടെ ഉണ്ട്. ഏത് ചാനലാണത്? പിന്നെ അപ്പൊ 1 2 3 ലഹരി വേണ്ട, ലഹരി വേണ്ട, രാസലഹരി വേണ്ട. അമ്മമാര് ചൂലെടുക്കണം. ചൂലെടുക്കുമല്ലോ. ഓക്കെ.
മാത്രമേ കാണുള്ളൂ. നന്നായിരിക്കട്ടെ. ഈ പ്രവിതയൊക്കെ എത്ര മണിക്കൂർ കാണേണ്ടി വരും അപ്പൊ? ഓക്കെ, കാണുന്നുണ്ടായിരുന്നു സാറിനെ. അല്ലേ ഞങ്ങൾ സ്ഥിരം കണ്ടോണ്ടിരിക്കുക. വളരെ സന്തോഷം. ഞങ്ങളെല്ലാവരും പിന്നിലുണ്ട് സാറിന്റെ. പ്രാർത്ഥന കൊണ്ട് പിന്നെ വേണ്ട നിങ്ങളെ ഒപ്പത്തിനൊപ്പം നേരിട്ട് കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം. വളരെ സന്തോഷം. വിജയ ഈ പള്ളിയുടെ മുൻവശം അവിടെ ആ ഭാഗത്താണ്. പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ? നിങ്ങളെല്ലാം വരും വരും നിങ്ങളെല്ലാം വരും. ഞങ്ങൾ സാറിന് അന്നോടി എന്റെ മോള് വിചാരിക്കുന്നത് ഡെയ്സി 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 ആൻഡ് ഇസ്രായേലിനെ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ ആശിച്ചിരിക്കുക. മോള് പറഞ്ഞു ഇവിടെ വരണം പറഞ്ഞ അമ്മ പോയി കാണുന്നിട്ട് വന്ന ഞാൻ. ഇവിടെ പേരെന്താ? തങ്കമ്മ. ഇവിടെ അടുത്ത് വീട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സാധനം കണ്ടിട്ടാണ് പോകാൻ വെച്ചിട്ട് അത് പോണം പോണം. നമ്മള് ഈ ലഹരി വിരുദ്ധ സന്ദേശം എനിക്ക് തോന്നുന്നു അത് ഇന്നത്തെ ദിവസം ഇപ്പൊ ചെറിയ പെരുന്നാൾ ദിവസമാണ്. എല്ലാ ഈദ്ഗാഹിലും ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ലഹരിയാണ്, ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇപ്പൊ നമ്മൾ പള്ളി വന്നിപ്പം കൊരട്ടിമുത്തിയുടെ പള്ളി പ്രശസ്തമായ പള്ളിയാണല്ലോ. അവിടെയും വിശ്വാസികൾക്ക് ഈ സന്ദേശം അവരെയും വലിയ തോതിൽ പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു യാത്രയാണ്. നമ്മുടെ യാത്രയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സന്ദേശം വിവിധ കേന്ദ്രങ്ങളിൽ ഒരേപോലെ ഏറ്റെടുക്കുന്നു എന്നതാണ് ഒരു പക്ഷേ ഈ വേഗത്തിൽ നടക്കാനുള്ള ഊർജ്ജമാകുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കൊന്ന് ഒരു പക്ഷേ നമ്മുടെ ഈ പ്രചാരണ പരിപാടി എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. കാര്യം ആൾക്കാർക്ക് ഒരേ സ്വരമേ ഉള്ളൂ, ആരും വിയോജിപ്പ് പറയുന്നില്ല. അപ്പൊ ഈ കാസർഗോഡ് എത്തുമ്പോ ഇതിൽ എന്തെങ്കിലും സംഭവിക്കും, കാസർഗോഡ് എത്തുമ്പോ എന്തെങ്കിലും സംഭവിക്കോ? ഓക്കെ. അപ്പൊ ജനകീയ മുന്നേറ്റമായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇവരൊക്കെ ഈ അമ്മമാരൊക്കെ ഇത്രയും അമ്മമാര് വേഗം വരൂ.